16 ഐഫോൺ തല്ലിപ്പൊട്ടിച്ച തൃശ്ശൂർക്കാരൻ ജോജു ജോർജ്. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 16 ഫോണാണ് തല്ലി പൊട്ടിച്ചത്. എന്തിനാണ് തല്ലി പൊട്ടിച്ചത്? മൂപ്പർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പം മൂപ്പര് ഐഫോൺ തല്ലി പൊട്ടിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് പിന്നെ പ്രൊഡ്യൂസർമാരോടൊക്കെ പറയും, എനിക്ക് 5 കോടി രൂപ റെമൊണ്ടേഷൻ വേണം. അതുപോലെ തന്നെ സെറ്റിൽ വന്ന ഒരുപാട് പ്രശ്നക്കാരൻ. ഇതൊക്കെയാണ് ഇപ്പോൾ ജോജു ജോർജിനെ കുറിച്ച് സോഷ്യൽ മീഡിയ പറയുന്നത്. ആരോ ഒരു കള്ളക്കഥ പറഞ്ഞു പടച്ചു വിട്ടു, അതെല്ലാവരും കാട്ടുതീ പോലെ പടർന്നു. അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. ജോജി ജോർജ് നമുക്കെല്ലാവർക്കും അറിയാം. തൃശ്ശൂർ മൂപ്പരും അയച്ചിട്ട് മുണ്ടും മൂത്താണ്ട് ഇങ്ങനെ തൃശ്ശൂർ ഇങ്ങനെ കിടന്ന് തേരാപാര നടക്കുന്ന ഒരാളാണ്. അത് ഇപ്പോഴല്ല, മൂപ്പരും 30 കൊല്ലമായി സിനിമയിൽ വന്നിട്ട്. 30 കൊല്ലമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാനറിയാം. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് മുമ്പ് ജോജി ജോർജിൻ്റെ ആ വീഡിയോ നമുക്ക് കാണാം. ഞാനൊരു 16 ഫോൺ തല്ലി പൊളിച്ചു, പിന്നെ എന്റെ ശമ്പളം 5 കോടി രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് കളിക്കും. അങ്ങനെ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം. കാരണം എന്റെ ശമ്പളം എന്താന്നുള്ളത് ഇവിടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്വേഷിച്ചറിയാം. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ആ പറഞ്ഞ പൈസക്ക് ആരൊക്കെ പറഞ്ഞിട്ട് പറയാം എന്റെ 5 കോടി, അതിന്റെ പകുതി വന്നാലും ഞാൻ റെഡിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ 16 ഫോണൊക്കെ തല്ലി പൊളിക്കണമെങ്കിൽ മിനിമം ഒരു ഐഫോണിന് 1 ലക്ഷം രൂപ 14 ലക്ഷം. അല്ല, ഒരു വസ്തുനഷ്ടമല്ലാണ്ട് ആരെങ്കിലും പറയാനായിട്ട് വീഡിയോ വരുന്നു, അതിനനുസരിച്ച് ചെയ്യുന്നു. അത് എന്റെ സിനിമയെ എന്നെ ആൾക്കാരെ നീ വെറുതെ സിനിമ മുന്നോട്ട് പോയോ? അതിനുള്ളൊരു സാഹചര്യമായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾ അതിന്റെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ചെയ്തോളൂ. അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മളെയൊക്കെ ബാധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ തോന്നിയിട്ടുണ്ടോ? പിന്നെ അല്ലാതെ എങ്ങനെയാണ് പല പേജുകളിലും ആ ഇന്റർവ്യൂ ഒരാളൊരു ഇന്റർവ്യൂ കൊടുത്തു, അതിൽ പല നടന്മാരെ കുറിച്ച് പറയുന്നു. അതിൽ എന്നെ കുറിച്ച് പറഞ്ഞത് മാത്രം ഇതായിട്ട് വരിക, ന്യൂസ് ആയിട്ട് വരിക, പോസ്റ്റ് ആയിട്ട് വരിക. അതായത് വലിയ ലക്ഷത്തിലേതാ 16 ഫോൺ തല്ലി പൊളിച്ചത്. ഞാൻ ആരടാ 16 ഫോണൊക്കെ തല്ലി പൊളിക്കാൻ? ഞങ്ങളോടൊക്കെ ചേട്ടൻ ഭയങ്കര 16 ഫോൺ തല്ലി പൊളിക്കാൻ 16 ദിവസം വേണ്ടേ? ഇതിന്റെ ഡാറ്റ മാറ്റണമെങ്കിൽ തന്നെ വേണ്ടേ? ഇത് ആകെ 10-40 ഷൂട്ടുള്ളൂ. ഒരു മര്യാദ വേണ്ടേ പറയണേനൊക്കെ? അല്ല, അങ്ങനെ ചെയ്യുമ്പോ എന്ന് വെച്ചാൽ എനിക്ക് വരുന്ന എന്റെ പ്രൊഡ്യൂസേഴ്സിനെ മുടക്കുക, എന്റെ സിനിമകളോട് കാണിക്കുന്ന ഒരു ഇത് ചെയ്യുക. അത് എന്നെ ബാധിക്കുന്നതല്ലേ? എനിക്കിത് എന്നെ ഭയങ്കര. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദയവ് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ന്യൂസുകൾ നിങ്ങൾ അതിന്റെ അതോറിറ്റി നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യൂ. ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ബാധിക്കുകയാണ്. നമ്മളെ വിശ്വസിച്ച് ചെയ്യാൻ പടം വരുന്നവർക്ക് ഇയാളൊരു എന്നെ വ്യക്തിഹത്യ ചെയ്യുകയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാനൊരു മോശം വ്യക്തിയാണ്, ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, ഞാൻ ജോഷ് സാറായിട്ട് 3ാമത്തെ പടം ചെയ്യാൻ പോവാം, ഞാൻ പ്രശ്നക്കാരാണെങ്കിൽ സാറ് ചെയ്യൂ. ഞാൻ ചെയ്ത ഡയറക്ടേഴ്സിന്റെ കൂടെ തന്നെ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അവരെന്നെ വിളിക്കൂ. ഞാൻ 31 വർഷമായി 150 സിനിമകളോളം ഞാൻ അഭിനയിച്ചു. 11 പടത്തോളം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ എന്റെ പണി ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ സൈഡിൽ കൂടെ നിങ്ങളുടെ അടുത്ത് വിളിച്ചൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ കൊടുത്തൊരു PR വർക്ക് നടത്തുകയോ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഞാനിവിടെ നിൽക്കുന്നത് എന്റെ വർക്ക് കണ്ടിട്ട് എനിക്ക് ജനങ്ങൾ തരുന്ന സപ്പോർട്ടിൽ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചില കളികൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. ഒരു വളർന്നു വരുന്ന കലാകാരനെ നശിപ്പിക്കാനും ഫീൽഡിൽ നിന്ന് ഓടിക്കാനും വേണ്ടിയിട്ട് ഒരു ലോബി തന്നെയുണ്ട്. ആ ലോബി തന്നെയാണ് ഇതിൻ്റെ പിന്നിലും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഫോൺ പോലും എറിഞ്ഞു പൊട്ടിക്കാത്ത ജോജു 16 പൊട്ടിച്ചു എന്ന് പറയുന്നത്. ഈ 16 പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ വല്ല അടിസ്ഥാനമുണ്ട്? ആരെങ്കിലും കണ്ടവരുണ്ട്? ആരെങ്കിലും അത് ഒരാളും കണ്ടിട്ടുമില്ല, ഒരാൾ കേട്ടിട്ടുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു പൊട്ടിമുളച്ചൊരു ന്യൂസ് വരാൻ എന്താ കാരണം നമുക്കൊരു പിടുത്തമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോജു എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു നൈസ് മാനാണ്, ഒരു അഹങ്കാരമില്ലാത്ത ഒരാളാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ? മൂപ്പര് ഒരു വലിയ മേക്കപ്പിലോ അല്ലെങ്കിൽ വലിയ ജാടയായിട്ടോ ഒന്നും നടക്കുന്ന ഒരാളല്ല. അതൊരു പാവത്താനാണ്. നമുക്കറിയാം, ഒരു സംവിധായകൻ്റെ നമ്മളൊരു ചാൻസ് ചോദിച്ച് പോയാൽ ഒരു 25 പ്രാവശ്യം അയാളുടെ വീട്ടിലും ലൊക്കേഷനിലും ചാൻസ് ചോദിച്ച് ചെന്നാൽ അയാൾ ചിലപ്പോൾ ഒരു പാസിംഗ് ഷോട്ടോ കൊടുക്കുക. അങ്ങനെയാണ് ഈ സിനിമാ ലോകം. പിന്നെ ജോജി ജോർജ് എത്ര കൊല്ലം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ടെന്നറിയാം. അത്രയും കഴിവും അത്രയും ഒരു ഡെഡിക്കേഷനുള്ളൊരു ആളാണ് ജോജുവിനെ അറിയാം. ഒരു ലൊക്കേഷൻ എങ്ങനെ പെരുമാറണം, ഒരു ഡയറക്ടറോട് എങ്ങനെ പെരുമാറണം, ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, പ്രേക്ഷകരോട് എങ്ങനെ പെരുമാറണം, എല്ലാം പഠിച്ച ഒരാളാണ്. അതിനാണല്ലോ ജൂനിയർ ആർട്ടിസ്റ്റായി പോയി ഇത്രയും കഴിവുണ്ടായ കാരണമാണല്ലോ ഇതുപോലെ കയറി വന്നത്. പക്ഷെ അതൊന്നും ചിലവർക്ക് സുഖിക്കുന്നില്ല. അവർക്ക് ചവിട്ടി താത്തണം.
ഒരു പടി മുകളിൽ കയറുമ്പോൾ ചവിട്ടി താത്തണം. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ജോജുവിൻ്റെ പുതിയ പടം, ഷാജി കൈലാസിൻ്റെ പടം വരവ് വന്നു. ആ വരവ് പടം നമ്മൾ കൊടുത്ത കാശിനുള്ള സാധനം അതിൽ കാണിക്കുന്നുണ്ട്. നല്ല രസമായിട്ട് നല്ല ഫൈറ്റ് കാണിക്കുന്നുണ്ട്, നല്ല ഫോട്ടോഗ്രാഫിയാണ്, നന്നായി ജോജു അഭിനയിച്ചിട്ടുണ്ട്. ഇതിലും മേലെ എന്താണ് പടത്തിന് വേണ്ടത്? ഇപ്പോൾ ഞാൻ നാളൊരു പടം കാണാൻ പോയി, നമ്മുടെ ഇന്ദ്രൻസിൻ്റെ ചിന്ന ചിന്ന ആശയം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും പൊട്ട പടങ്ങളിലൊന്നും അതാണ്. അതിനെക്കുറിച്ച് ആൾക്കാർ എന്താണെന്ന റിവ്യൂ, ഞാൻ കൊടുത്ത കാശിന് എനിക്ക് മുതലായില്ല. അതിനെപ്പറ്റി റിവ്യൂ പോലും ഞാൻ ചെയ്തില്ല. എന്നുവെച്ചാൽ അത്രയും ബോറടിച്ച് നമ്മുടെ തലയിലെ ഓട് തരിച്ചൊരു പടമാണത്. ആ പടത്തിൻ്റെ വാൾ പോസ്റ്റ് കണ്ടാൽ പോലും ഞാൻ കാപ്പിച്ച് തുപ്പും. അങ്ങനത്തെ ഒരു സിനിമയത്. കൊടുത്ത കാശിന് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റോ ത്രില്ലിങ്ങോ ഒരു നല്ല പാട്ടോ കോമഡിയോ ഒന്നില്ലെങ്കിൽ നല്ലൊരു കഥയോ ഉണ്ടാവണം. അപ്പോൾ ഈ പറഞ്ഞു വന്ന വരവിനെ കുറിച്ചാണ്. വരവെന്ന് പറഞ്ഞത് എല്ലാം ഉള്ളൊരു പടമാണത്. അതിനടിച്ച് താത്താനും ഷാജി കൈലാസിനെ ഒന്നും അല്ലാണ്ടാക്കാനും ഈ കൊക്ക് പോലെ കുറേ, അതുപോലെ തന്നെ ഉണ്ണി, ഇങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്കൊന്നും ചിന്ന ആശയനെ കുറിച്ച് ഇവരൊക്കെ എന്താ പറഞ്ഞ് തോരാതെ ചുവട്ടിൽ വെച്ച തേനും ഒലിക്കും അതുപോലെയുള്ള റിവ്യൂ പറഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് പിന്നെ ആ പടം 100 ദിവസമൊന്നും കളിച്ചില്ലല്ലോ. മഹാബോറ് പടം. അതൊക്കെ സിനിമയല്ല, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്ററിയോ ഒരു ടെലിഫിലിമോ അല്ലെങ്കിൽ ഒരു സീരിയലിന് പോലും ആ കഥ എടുത്തു കഴിഞ്ഞാൽ ഒരു ജനങ്ങൾ കാണില്ല. അങ്ങനത്തെ ഒരു കഥയാണത്. ഈ വരവെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇനിയിപ്പോൾ ഞാൻ തന്നെ 2 പ്രാവശ്യം കണ്ടു. ഇനിയിപ്പോൾ OTT വരുമ്പോൾ ഇനിയും കാണണം. അപ്പോൾ അത്രയും നല്ലൊരു സിനിമേനെ ചവിട്ടി താത്താനും അതിൻ്റെ പിന്നാലെ ജോജു ഈ വക കാര്യങ്ങൾ ചെയ്തൊന്നും അഹങ്കാരം കൂടി. അതുപോലെ തന്നെ 16 iPhone തല്ലിപ്പൊട്ടിച്ചു. അതുപോലെ തന്നെ 5 കോടി രൂപ. എന്താ 5 കോടി രൂപ റെമണ്ടേഷൻ ചോദിക്കുന്നത് തെറ്റാണോ? എന്താ മൂപ്പര് അതിനുള്ള ആളില്ലേ? ഉണ്ട്. മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു സിനിമ എടുക്കാനും വിജയിപ്പിക്കാനും പറ്റിയ കഴിവുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തൃശ്ശൂർകാരനായതുകൊണ്ട് പറയല്ല കേട്ടോ. എല്ലാ ഭാഷകളിലും മൂപ്പര് പോയി അഭിനയിച്ചപ്പോൾ ഒരു കഴിവില്ലാണ്ട് എല്ലാ ഭാഷയിലും പോയി അഭിനയിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് നമുക്ക് കലാഭവൻ മണി പോയപ്പോൾ ഇവിടെ നിന്നൊക്കെ പോണ ആൾക്കാരൊക്കെ കലാഭവൻ മണിയുടെ അതേ പാത പിന്തുടർന്ന് തന്നെ പോകുന്നത്. ആരും അഹങ്കാരം കാണിക്കാനോ അല്ലെങ്കിൽ സിനിമാ ലോകത്തിന് വലിയ ഇനി ഇതിനേക്കാളും വലിയ എന്നെക്കാളും വലിയ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരൊന്നുമില്ല. എല്ലാം ഈ സാധാരണക്കാരൻ ഈ സിനിമാ നടനാവണ ആൾക്കാരാണ് ഇവരൊക്കെ. ഇവരൊക്കെ ചെറിയ ഒരു ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞ് ഇവരൊക്കെ പൊന്തി വന്ന ആൾക്കാരാണ്. അല്ലാണ്ട് വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ചിട്ട് വന്ന ആളൊന്നല്ല ചോദിച്ചു. സ്വർണ്ണക്കരണ്ടി വെച്ച് വന്നൊക്കെ ഇവിടെ എല്ലാം വലിയ ഒരു താരരാജാക്കന്മാരെ മക്കളാണ് അവർ വന്ന് നോക്കണത്. അല്ലാണ്ട് വേറെ ആരും വന്നിട്ടില്ല. അപ്പം മറ്റുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പാരകൾ വന്ന് കുശുമ്പ് അസൂയ എല്ലാം തരണം ചെയ്തിട്ടാണ് അവർ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ ഫീൽഡല്ല അത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കടലിലേക്ക് ഇറങ്ങുമ്പോൾ അറിയുള്ളൂ കടലിലെ ആഴം എത്രയാണെന്നുള്ളത്. അതാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് ജോജു ജോർജ് ഒരു പാവത്താനാണ്. അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇതെല്ലാം ആൾക്കാരുണ്ടാക്കുന്ന കെട്ടുകഥകളാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ജോജു ജോർജ് അങ്ങനെയുള്ള ഒരാളാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം. ആദ്യം ഞാൻ തന്നെ ജോജുവിന് ചീത്ത പറയും. അപ്പോൾ ഒരു നല്ല മനുഷ്യനെ ഒരിക്കലും അദ്ദേഹം പോലും ചിന്തിക്കാത്ത ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കരിയർ ഇങ്ങനെ നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് സോഷ്യൽ മീഡിയയോട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.